എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നൂതനമായ പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കാനായി ഉദ്ദേശിക്കുന്നത്. ഗോടെക് എന്ന തുടർ പദ്ധതി, പുതിയതായി ഗോടെക് പദ്ധതിക്കായി യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് ആരംഭിക്കുകയാണ്. ഗോടെക് നമുക്കറിയാം, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ത്രൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണമായ പേര്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭാഷ കൈകാര്യം ചെയ്യുവാനുമുള്ള പ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ തുല്യതാ പഠിതാക്കളായി ഒട്ടനവധി പഠിതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. തുല്യതാ പഠിതാക്കളായിട്ടുള്ള +2 കഴിഞ്ഞ മുഴുവൻ പഠിതാക്കളെയും ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക എന്ന നിലയിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇവർക്ക് എല്ലാ പഠിതാക്കൾക്കും ഡിഗ്രി പൂർത്തിയാക്കുവാനുള്ള അവസരവും ജില്ലാ പഞ്ചായത്ത് ഒരുക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഹോം എന്നൊരു പുതിയ പദ്ധതി കൂടി ഇപ്രാവശ്യം ഞങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികളായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു കെയർ ഹോം, ഒപ്പം അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏതെങ്കിലും തൊഴിൽ ചെയ്യുവാനുള്ള അവസരവും ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഹോമിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ളവരുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രയാസം, ചില കുട്ടികളെയെങ്കിലും രക്ഷിതാക്കൾക്ക് നോക്കാൻ പറ്റാത്ത, രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവരായിട്ടുള്ള കുട്ടികളുണ്ട്, നോക്കുവാൻ ശേഷിയില്ലാത്തവരുണ്ട്, അത്തരത്തിൽ പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ബുദ്ധിമുട്ട് നേരിടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കെയർ ഹോം ഞങ്ങൾ ഇപ്രാവശ്യം തുടങ്ങുകയാണ്. കൂടാതെ സയൻസ് പാർക്ക് എന്ന ഒരു ആശയമുണ്ട്. സയൻസ് പാർക്ക് കുട്ടികൾക്ക് അവരുടെ എക്സ്പീരിമെന്റ്സ് വന്നിരുന്ന് ചെയ്യുവാനുള്ള സംവിധാനവും കൂടി ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി ഒരു ഗവേഷണ കേന്ദ്രം എന്ന നിലയിലേക്ക് ഭാവിയിൽ വരത്തക്ക രീതിയിലാണ് സയൻസ് പാർക്ക് ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ജില്ലയെ വരുന്ന 5 വർഷം കൊണ്ട് തിരുവനന്തപുരം ജില്ലയെ പരിസ്ഥിതി സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കുക എന്നൊരു ലക്ഷ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കും നമ്മുടെ പെരിങ്ങമല ജില്ലാ കാർഷിക തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കുവാനായിട്ട് ആലോചിക്കുകയാണ്. മറ്റൊന്ന് ക്ലൈമറ്റ് പാർക്കാണ്. നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഓരോ കാലവർഷവും കാലം തെറ്റി വരുന്ന നിലയിലേക്കാണ്. കാലവർഷം വരുമ്പോഴും അതികഠിനമായ ചൂടും നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഠന സൗകര്യം ഒരുക്കുന്ന തരത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതിൻ്റെ പഠന ഗവേഷണ സൗകര്യം ഒരുക്കുന്ന തലത്തിൽ തന്നെ ഒരു ക്ലൈമറ്റ് പാർക്ക് എന്ന നിലയിലേക്ക് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും 5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തിയാക്കണം എന്ന നിലയിൽ അതിൻ്റെ പ്രാരംഭ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ നൂതനമായ ആശയങ്ങളെ സമസ്ത മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസന സ്വപ്നമാണ് സാക്ഷാത്കരിക്കാനായി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ, അതേപോലെ തന്നെ മറ്റ് വികസന പദ്ധതികൾ എല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ വിഭാവന ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള റിക്രിയേഷൻ ക്ലബ്ബ്, അവർക്ക് സ്വൈരമായി സംസാരിക്കുവാനും അവരുടെ ഭാവനാത്മകമായ പ്രവർത്തനങ്ങളിൽ, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുമൊക്കെ അവർക്കൊരു പൊതു ഇടം ആവശ്യമാണ്. അത്തരത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള പൊതു ഇടങ്ങൾ സൃഷ്ടിക്കാനും ഞങ്ങൾ ഒരുങ്ങുകയാണ്.